എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ചക്കക്കുരു കൊണ്ട് ഉണ്ടയാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കണമെന്ന് തോന്നും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്ക സീസൺ ആണല്ലേ. ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന കുരു വെറുതെ കളയാറാണ് പതിവ്. ചക്കക്കുരു കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വേണ്ട ഒരുപാട് പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ആരും തന്നെ ചക്കക്കുരു വെറുതെ കളയല്ലേ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഈ ഉണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ചക്കക്കുരു ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 30ഓളം ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി 2 ദിവസത്തെ വെയിൽ കൊള്ളിച്ചെടുത്തതാണിത്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് റോസ്റ്റ് ചെയ്യുന്ന സമയവും ലാഭമാണ്. മാത്രമല്ല നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾ ഇതുപോലെ വെയിലത്തിട്ടിട്ട് 2 ദിവസത്തെ വെയിൽ കൊള്ളിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതാണ്. ചക്കക്കുരു റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്യാസ് അടുപ്പിൽ കടായി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചക്കക്കുരു കരിഞ്ഞു പോകും. വെയിലത്തിട്ട് ഉണക്കിയെടുത്താലും നമ്മളിത് റോസ്റ്റ് ചെയ്യണം. ചക്കക്കുരുവിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ചക്കയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിലുള്ളത്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പേശികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. ശരീരത്തിന് ആവശ്യമായ അയൺ, അതായത് ഇരുമ്പ് അടങ്ങിയത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും വിളർച്ച തടയാനും സഹായിക്കുന്നു. ചക്കക്കുരുവിൽ സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ചക്കക്കുരു ഉണ്ട ഉണ്ടാക്കാൻ ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കുന്ന ആ ഒരു സമയമാണ്. നമ്മൾ വെയിലത്ത് ഉണക്കിയെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു സമയവും കുറയും. ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് വെയിലില്ലെങ്കിൽ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ചക്കക്കുരു ഞാനിവിടെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല പോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ചക്കക്കുരു നല്ല റോസ്റ്റായിനോന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചക്കക്കുരു എടുത്തിട്ട് ഒടിച്ചു നോക്കാം. പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് നല്ല പോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്കക്കുരു വറുത്തെടുത്ത അതേ കടായിലേക്ക് 1/2 കപ്പ് ബദാം ഇട്ട് കൊടുക്കാം. ബദാം ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ബദാമും കൂടി നമ്മുടെ ഈ ഒരു ഉണ്ടയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഗുണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കപ്പലണ്ടിയും എടുക്കാവുന്നതാണ്. ഞാൻ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാമിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പോഷകങ്ങളും വിറ്റാമിൻ ഇ, പ്രോട്ടീൻ, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ബദാം. ബദാം ഇത് നല്ല പോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഉണ്ടയിലേക്ക് വേണ്ടുന്ന ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 30 ചക്കക്കുരുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ശർക്കര നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നൂൽപ്പരുവൊന്നും ആണ്ട, ഈ ഒരു പാകത്തിലായ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് 2 തവണയായിട്ട് പൊടിച്ചെടുക്കാം. ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചക്കക്കുരു നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് പൊടിച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചക്കക്കുരു ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. ചക്കക്കുരു പൊടിച്ചെടുത്തിട്ട് വരാം. രണ്ടാമത് ഇട്ട് കൊടുത്ത ചക്കക്കുരും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ചക്കക്കുരു പൊടിച്ചെടുത്ത ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബദാം ഒന്ന് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബദാം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ബദാം പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട, ചെറിയൊരു തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഉണ്ട കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഈ ഒരു ബൗളിലേക്ക് ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം.
തേങ്ങ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉണ്ടക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. മാത്രല്ല ഉണ്ട കുറെ നാള് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി തേങ്ങയില് കുറച്ച് ജലാംശം ഉണ്ടാവും, അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തേങ്ങയുടെ ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്ന് ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഒന്ന് തേങ്ങയായിട്ട് ഒന്ന് യോജിച്ച് വരണം. ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കാം. ബദാമും ചക്കക്കുരും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരുവിലേക്ക് ഈ ശർക്കരപ്പാനി നല്ല പോലെ ഒന്ന് പിടിച്ചു കിട്ടണം. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ശർക്കരപ്പാനി കിടന്നിട്ടൊന്ന് വെന്ത് വരണം. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ട കുറേ നാള് കേടുകൂടാതെ ഇരിക്കും. മാത്രല്ല ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ശർക്കരപ്പാനിയുടെ അളവ് ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു പോകരുത്, അപ്പൊ ഉണ്ട ഹാർഡായി പോവും. ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകരുത്, ചെറിയ ചൂടോടെ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ചെറിയ ചൂടേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ നമുക്കിത് ഉരുളയാക്കി എടുക്കാം. ആദ്യം കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. വളരെ നല്ല സോഫ്റ്റും ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ ഈ ഒരു ചക്കക്കുരു ഉണ്ട നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയ ഉണ്ടയെല്ലാം ഞാൻ ഇവിടെ ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 30 ചക്കക്കുരു കൊണ്ട് 14 ഉണ്ടയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇത് എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ ചക്കക്കുരുന്റെ ആ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയില്ല, അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. ഇപ്പൊ ചക്ക ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പൊ ചക്കക്കുരു എന്തായാലും എല്ലാവരുടെ വീട്ടിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ ഇതുപോലെ എല്ലാവരും ചക്കക്കുരു കൊണ്ട് ഉണ്ട ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഉണ്ട. കണ്ടില്ലേ? നമുക്കിത് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയ ഈ ഉണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.